ഹായ് ഗായ്സ്, ഐ നോബഡി. നിസാം ബഷീർ സംവിധാനം ചെയ്ത് സമീർ അബ്ദുൾ രചിച്ച റോഷാക്ക് എന്ന സിനിമ നമ്മളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഈ സിനിമ ബുക്ക് ചെയ്യുന്നത്. ആ സിനിമ പോലെ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു റൈറ്റിംഗ് പാറ്റേൺ ഈ സിനിമയിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തിരക്കഥ എന്ന് പറയുന്ന ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. ഇതിൻ്റെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസസ് എല്ലാം വളരെ കിടിലമായിരുന്നു. എസ്പെഷ്യലി പൃഥ്വിരാജ്, പാർവതി, പിന്നെ ചെറിയൊരു 1-2 സീനിൽ വന്ന ആർട്ടിസ്റ്റ് പോലും വളരെ ബേസ് പ്രകടനമാണ്. എസ്പെഷ്യലി പോലീസായിട്ട് വന്നവർ അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് വന്നവർ, അങ്ങനെ നോക്കാൻ പറയുകയാണെങ്കിൽ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് പോയൊരു പടം പോലെ തോന്നി. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ ഫസ്റ്റ് ആക്ട് കിടിലമായിരുന്നു. സെക്കൻഡ് ആക്ട് ഭയങ്കര ഹൈ ഗ്രാഫിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കാര്യം എൻ്റെ ഒരു ഇൻ്റർവെൽ പോയിൻ്റൊക്കെ ഭയങ്കര ഹൈ ആണ്. അതിന് ശേഷം കുറച്ച് താഴോട്ട് പോയെന്നൊരു സംശയം തോന്നി. കാര്യം പിന്നെ ഒരു പൊളിറ്റിക്കൽ എക്സസൈസ്, സോഷ്യൽ കമൻട്രി സീനൊക്കെ വരുന്നുണ്ട്. അത് കുറച്ച് ഡൗൺ ആയതുപോലെ എനിക്ക് തോന്നി. പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമ എനിക്ക് വർക്കായി. എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു റൈറ്റിങ്ങിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു ഫസ്റ്റ് 2 ആക്ട് എന്ന് പറയുന്നത്. കാര്യം നമ്മൾ എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത് അതിനെപ്പറ്റി ഒന്നും ഒരു ക്ലൂവും തരാത്ത രീതിയിലുള്ള, പിടി തരാത്ത രീതിയിലുള്ള പോക്കായിരുന്നു ഇതിൻ്റെ കഥാഗതി എന്ന് പറയുന്നത്. അതിന് ശേഷം കുറച്ച് ഡൗണായി പ്രഡിക്റ്റബിളായി പോയതുപോലെ തോന്നിപ്പോയി. എൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ചാണ്. എസ്പെഷ്യലി എൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം തന്നെ, സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ആക്ഷൻ കൊറിയോഗ്രാഫി ആണെങ്കിലും എല്ലാം ഒരു സ്ട്രെച്ച് ഓഫ് ആക്ഷനുണ്ട്. പൃഥ്വിരാജ് മറ്റേ സാവല്യം കോംപ്ലക്സിൽ നിന്ന് ഓടി വന്ന് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് കയറുന്ന വരെയുള്ളൊരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിലെ ആക്ഷൻ സീക്വൻസ് കിടിലമായിട്ട് തോന്നി. അതുപോലെ തന്നെ ലിഫ്റ്റിനകത്ത് വെച്ചിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതെല്ലാം ഭയങ്കര ഇന്നോവേറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. മറ്റേ പാട്രിയറ്റ് സിനിമയിലുള്ള ലിഫ്റ്റ് സീക്വൻസ് എടുത്തവർ ഇത് കാണിച്ചു കൊടുക്കണമെന്ന് വരെ തോന്നിപ്പോയി. കാര്യം അമ്മാതിരി എഫക്റ്റീവ് മേക്കിംഗ് ആയിരുന്നു സിനിമയുടേത്. സിനിമ ടെക്നിക്കലി ടോപ്പ് നോച്ചാണ്. ഡയറക്ടർ വളരെ മികച്ച രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. നിസാം ബഷീർ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. റോഷാക്ക് പോലൊരു സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും അതിൻ്റെ സ്റ്റാൻഡേർഡ് താഴോട്ട് പോകുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. അതുപോലെ തന്നെ അദ്ദേഹം മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. റൈറ്റിങ്ങും എനിക്ക് തോന്നുന്നു അവരൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതിനെ റോഷാക്കിന് മേലെ വയ്ക്കാവുന്നൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാറ്റായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടുവേർഡ്സ് എൻ്റെ ഒരു 25-30 മിനിറ്റ്സ് കുറച്ച് ഡൗൺ ആയിട്ട് ആൾക്കാർക്ക് ഫീൽ ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്കത് വർക്കായി. മൊത്തത്തിൽ സിനിമ നിങ്ങൾ എന്തായാലും ടിക്കറ്റ് എടുത്ത് കാണാൻ നോക്കുകയാണെങ്കിൽ ഒരു നല്ല അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. കാര്യം മൊത്തത്തിൽ സിനിമ ഓൺ ദ ഹോൾ എനിക്ക് വർക്കായി എന്ന് തന്നെ പറയാനുള്ളൂ. സോ ബാക്കിയുള്ളത് നിങ്ങളുടെ കപ്പ് ഓഫ് ടീ ആണോ അല്ലയോ എന്ന് ആശ്രയിച്ചിരിക്കും.